ഹലോ, അസ്സലാമലൈക്കും. അപ്പം ഇന്ന് നോമ്പ് 9 ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് ബത്തക്ക ജ്യൂസാണ് കേട്ടോ അടിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എണ്ണക്കടീൻ്റെ പരിപാടികളെല്ലാം തുടങ്ങണ മുന്നേ തന്നെ ജ്യൂസ് അടിച്ച് വെച്ചിരുന്നു കേട്ടോ. കാരണം വേറൊന്നല്ല, നമ്മളെ പെരക്ക് എപ്പോൾ ജ്യൂസ് അടിച്ച് വെക്കൂ അപ്പാടെ കറണ്ട് പോകും കേട്ടോ. എന്നിട്ട് നമ്മൾ നോമ്പ് തുറന്നിട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ ജ്യൂസിനാണെങ്കിലോ കോൾഡും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ബുദ്ധിപൂർവ്വം എന്താക്കി, ആദ്യം തന്നെ എണ്ണക്കടീൻ്റെ പരിപാടികൾ തുടങ്ങണ മുന്നേ തന്നെ ജ്യൂസ് കലക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ എടുത്തിട്ട് സ്പൂണും കൊണ്ട് ചിരകിയിട്ട് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് പഞ്ചസാരയും പിന്നെ ഒരു 4-5 ഐസ് ക്യൂബ് ഉണ്ടായതെല്ലാം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയും ഒഴിച്ചു കൊടുത്തിട്ട് കലക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച്. എന്നിട്ട് ആദ്യം തന്നെ ഇന്നെങ്കിലും കുറച്ച് കോൾഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അത് എടുത്ത് വെച്ച്. പിന്നെ അതിന് ശേഷം കറിക്കുള്ള തക്കാളികൾ മുറിക്കാനായിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്ര തക്കാളിയും നമ്മളെ ഉമ്മാൻ്റെ പച്ചക്കറി ഗാർഡനിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. അത് എന്നിട്ട് പറിച്ചിട്ട് ഇതുപോലത്തെ ഒരു ബക്കറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. അതിന് ഒന്ന് പൊക്കുന്നത് നോക്കിയിട്ട് എടുത്തിട്ട് കറി വെക്കലാണ് കേട്ടോ. പിന്നെ ഇതാ മീൻ കറിക്കുള്ള തക്കാളിയെല്ലാം മുറിച്ച് വെച്ച് പിന്നെ ഒരു അരക്കഷ്ണം ഉള്ളി ഇട്ട് കൊടുത്തിന് കേട്ടാ. ഇതെല്ലാം മുറിച്ച് പകുതി ആവുമ്പത്തേന് ഉമ്മാക്ക് കളത്തേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടാ. കാരണം വേറൊന്നല്ലടാ, ഇപ്പോഴത്തെ കാലാവസ്ഥ കൊണ്ട് മുളക് ഉണക്കാനിട്ടിട്ടുണ്ടായിന് കേട്ടാ. അപ്പോൾ മഴ പെയ്യണ കണ്ടിട്ട് ഉമ്മാനെ വിളിച്ചിട്ടുണ്ടായി ഒന്ന് കളത്തേക്ക് പോകാൻ നമുക്കൊന്ന് വാരിക്കൂട്ടി വെക്കാന്ന്. അപ്പോൾ ഉമ്മ അങ്ങോട്ടേക്ക് പോയട്ടാ. അപ്പോൾ മീൻ കറി വെക്കണതും അതുപോലെ തന്നെ സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മസാല വെക്കുന്നതും രണ്ടും എൻ്റെ തലയിലായി. അവസാനം ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മീൻ കറി വെച്ചിട്ട് കൂടെ തന്നെ സമൂസക്കുള്ള മസാല ആക്കിയിട്ടാ. പിന്നെ സമൂസ ഷീട്ട് മടക്കാനുള്ള മടി കൊണ്ട് തന്നെ ഞാൻ എന്താക്കി അതൊരു എളുപ്പപ്പണിക്ക് ഒതുക്കിയിട്ടാ. മസാല ആക്കിയിട്ട് അതിൽ മയോനിസ് ഇട്ടിട്ട് ബ്രെഡിലിട്ട് വെക്കുക. ഇന്നൊരു ദിവസം അങ്ങനെ മതിയെന്ന് വിചാരിച്ചിട്ട് സമൂസൊക്കെ ആക്കി വെച്ച മസാല അത് ഞാൻ ബ്രെഡ് റോസ്റ്റാക്കി എടുത്തിട്ട് അതിൻ്റെ നടുവിലേക്കാണ് കേട്ടോ ഫില്ലാക്കി കൊടുത്തത്. കാരണം വേറൊന്നല്ല, ഈ സമൂസ ഷീട്ട് മടക്കി അതിന് എണ്ണയിലിട്ട് പൊരിക്കാനെല്ലാം വലിയ പണിയല്ല. അപ്പം ഞാൻ എന്താക്കി എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അതാണ് കേട്ടോ ചെയ്തത്. പക്ഷെ ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. കാറാലാക്കിയപ്പോൾ ഇറച്ചി കുറച്ച് കൂടിയും കൊണ്ട് തന്നെ ഇത് ബ്രെഡിലിട്ട് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ. ബാങ്ക് കൊടുത്തപ്പോൾ ബ്രെഡ് ഫില്ലാക്കിയതും പിന്നെ അതുപോലെ തന്നെ ബത്തക്ക ജ്യൂസ് അടിച്ചതും പിന്നെ അതേപോലെ ഒരു പപ്സ് ഉണ്ടായിട്ടാ. അതും ചൂടാക്കിയിട്ട് തിന്ന്. അപ്പത്തിന് മാപ്പിള എന്താക്കി ഒരു കിറ്റ്കാറ്റ് എടുത്തിട്ട് വന്ന്. അപ്പോൾ അതും തിന്നട്ടോ. പിന്നെ കറി വെച്ച മീനിൽ ബാക്കി ഉണ്ടായത് പൊരിച്ചെടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാങ്ക് കൊടുത്തതിൻ്റെ എല്ലാം ശേഷമാണ് നമ്മൾ നാസ്റ്റക്കുള്ള പരിപാടികൾ നോക്കാറെന്ന്. അപ്പോൾ ഇതാ ഇന്ന് നാസ്റ്റക്ക് വേണ്ടിയിട്ട് പത്തിരിയാണ് കേട്ടോ ഉമ്മ ചുട്ടിട്ടുണ്ടായത്. എല്ലാവരും പത്തിരിക്ക് മീൻകറി കൂട്ടി തിന്നപ്പോൾ ഞാൻ എന്താക്കി ബ്രെഡൊക്കെ വെച്ച ബാക്കി മസാല ഉണ്ടായത് റോളാക്കിയിട്ട് തിന്ന്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ.